ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളൊരു കുഞ്ഞു ക്ലീനിങ് ടിപ്പായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ ബാത്റൂം എല്ലാവരും കഴുകി വൃത്തിയാക്കി എപ്പോഴും നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ വൃത്തിയാക്കുന്ന സമയത്ത് നമ്മുടെ ടോയ്ലറ്റിനുള്ളിൽ ചില സമയത്തൊക്കെ അഴുക്കും കറകളൊക്കെ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര കഴുകിയാലും ചിലപ്പോൾ അത് പോകത്തില്ല അല്ലേ. അപ്പോൾ ആ ഒരു അഴുക്കും കറകളൊക്കെ കളയാൻ വേണ്ടിയുള്ളൊരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓറഞ്ചിൻ്റെ തൊലിയാണ്. അപ്പോൾ ഒരു 2 ഓറഞ്ചിൻ്റെ തൊലി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മാസ്കാണ്. അപ്പം മാസ്ക് എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാവും. അപ്പോൾ ഒരു മാസ്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അത് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു സൈഡിലായിട്ട് ചെറിയ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലൊരു വള്ളിയുണ്ട്. അതുകൂടി നമുക്കതൊന്ന് എടുത്ത് മാറ്റാം ഇതിൽ നിന്ന്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ തൊലി നമുക്കിതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ തൊലി ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ്. അപ്പോൾ പൊടിയുപ്പ് ഞാനൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ബേക്കിംഗ് സോഡയാണ് വേണ്ടത്. ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലിയും അതിൻ്റെ കൂടെ തന്നെ ഉപ്പും ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഓപ്പണായ ഭാഗം ഒന്ന് ഇതുപോലെ കൂട്ടിപ്പിടിച്ചിട്ട് നമ്മൾ നേരത്തെ അതിൻ്റെ ആ മാസ്കിൻ്റെ ഉള്ളിൽ നിന്ന് അഴിച്ചെടുത്തിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു വള്ളി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇതുപോലെ നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ. നന്നായിട്ട് അഴിഞ്ഞു പോകാത്ത രീതി കെട്ടിക്കൊടുക്കുക. ഈ ഒരു രീതിയിൽ നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കണം. ഇനി നമ്മൾ ഇത് നമ്മുടെ ടോയ്ലറ്റിനുള്ളിൽ ഫ്ലഷ് ടാങ്ക് ഉണ്ടല്ലോ, ഫ്ലഷ് ടാങ്കിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. നമ്മൾ ഓരോ പ്രാവശ്യം യൂസ് ചെയ്ത് കഴിയുമ്പോഴും ടോയ്ലറ്റ് നമ്മൾ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലും ആയിരിക്കും. അതുപോലെ അഴുക്കും കറകളും ഒന്നും പറ്റിപ്പിടിച്ചിരിക്കാതെ എപ്പോഴും ടോയ്ലറ്റ് നല്ല വൃത്തിയായി കിടക്കുകയും ചെയ്യും. അപ്പം നല്ലൊരു ടിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.